ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും സുധിക്ക് വേണ്ട മുട്ടം പണി കിട്ടാൻ പോവാ. ഇതുവരെയുള്ള കളിയല്ല. എന്നാലും എന്റെ കിച്ചു നീ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. പാവത്തിന്റെ അവസ്ഥ എന്തുമായിരിക്കും. കിച്ചു സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. കിച്ചു ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫിറോസിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. രേണുസുധിക്ക് വീഡിയോ വെച്ച് കൊടുത്തൊരു മനുഷ്യനാണ് ഈ പറയുന്ന ഫിറോസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കിച്ചു ഫിറോസും തമ്മിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ല കൂട്ടും ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ പ്രശ്നം രേണുസുധിക്കും തങ്കച്ചൻ ചേട്ടനും അച്ഛനും കൊച്ചച്ഛനും ഒക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ രേണുവിന്റെ കുറച്ച് കൂട്ടുകാരിമാരൊക്കെ ഉണ്ട്. നമ്മുടെ സജിന വ്ലോഗ്സ് പോലുള്ള. സജിന ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സജിന ചേച്ചി വെറും പാവം ചേച്ചിയാണ്. സത്യം വെറും പാവമാണ് സത്യത്തിൽ. ഈ കിടന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് അതിലോട്ട് സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. എപ്പോഴും പറയുന്നുണ്ട് ആളൊക്കെ വെറും പാവമാ. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് അവർ പക്കയായിട്ട് നല്ല ഇതായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടുകാരിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. പക്ഷേ ഫിറോസിനെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒരു യോഗ്യതയില്ല. അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് കിച്ചുവിനോ അല്ലെങ്കിൽ കൊച്ചു പയ്യൻ റിതപ്പനോ മാത്രമേ സംസാരിക്കാനുള്ള ഇതുള്ളൂ. കാരണം കിച്ചുവിന് വെച്ച് കൊടുത്ത വീടാണ്. അവിടെ ഇപ്പം രേണുവിന് കുറച്ച് പൈസ ആയി കഴിഞ്ഞപ്പോൾ രേണു എന്ത് കൊടുത്ത് നൈസായിട്ട് അങ്ങ് വീട് മാറാം, അല്ലെങ്കിൽ വാടകയ്ക്ക് പോകാം, ഫ്ലാറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ഇതൊക്കെ? നമുക്കൊരാളൊരു കാര്യം ചെയ്ത് തന്ന് കഴിയുമ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെ. എന്നിട്ട് അതിൻ്റെ മെയിൻ്റെനൻസ്, അത് ഇത് മറ്റേത് ചോർച്ച, ഇത് എന്തോന്നടേ, അതും അവർ തന്നെ ചെയ്തു തരണമെന്ന് പറയുകയാണെങ്കിൽ ഇത് എന്തുവാ? അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം സംസാരിക്കണം. തിരുമേനി, ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടാണ്. രേണുവിൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിൻ്റെ വീട്. വസ്തു കൊടുത്ത് അദ്ദേഹത്തിന് പോലും ഒരു വിലയില്ല. അദ്ദേഹത്തിനെ പോലും നാണം കടത്തുന്ന രീതിയിലാണ് രേണുസുധിയുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ. ആക്കി എങ്ങനെ പോയാലും രേണുവിൻ്റെ A to Z കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്തിനാ വെറുതെ? ഓക്കെ, എന്തായാലും നമുക്ക് കിച്ചുമോൻ സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. ഫിറോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നമില്ല. അവരൊക്കെ സ്വന്തം എന്താ പറയുക, മക്കളെ പോലെ അവനെ കാണുന്നത്. അവർക്കൊക്കെ ജീവനാ കിച്ചു എന്ന് പറഞ്ഞാൽ. പിന്നെ കിച്ചുവിന്റെ ഒരു വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കട്ടിലിൻ്റെ അടിയിലെ ട്രോഫിയുടെ കാര്യം, അത് മനഃപൂർവ്വം തന്നെ എടുത്തതെന്ന് നമ്മളൊരു വഴി അറിഞ്ഞതാണ്. അവൻ 10 ആൾക്കാർ കാണിക്കാൻ. ഇപ്പൊ പിന്നെ എല്ലാവരും ഒന്നിച്ച് നടക്കുന്ന, അമ്മയുടെ കൂടെ നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവന് അത്ര ഇഷ്ടമൊന്നുമല്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. നമ്മൾ പണ്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ BB പോയി കഴിഞ്ഞിട്ട് അവിടെ സുധിയുടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല സെറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോകാതിരിക്കും. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ട് എല്ലാം ചെയ്തവർക്കിട്ട് ഉണ്ടാക്കിയ സംസാരിക്കുമ്പോഴേ അതാണ് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ബാക്കി വെക്കാം. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാണ്, വളരെ നല്ലൊരു വീടാണ്. ഞാൻ ഇതുവരെ അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ, നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ആ കൊച്ചനുള്ള പക്കത പോലും ഈ രേണുവിന്റെ കൂടെയുള്ളവർക്ക് പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുറച്ചും കൂടെ സങ്കടം വരുന്നത്. അവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? 18, 19, 20 വയസ്സുള്ള ചെറുക്കൻ. ഒരാൾക്ക് ഒരു വീട് കൊടുക്കുക, ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഒന്നാമത്തെ സ്ഥലം എന്താന്ന് വെച്ചാൽ ആ ഏരിയയിൽ ഒരു മരം പോലും ഇല്ല. പിന്നെ ഞാൻ ചെന്ന സമയത്ത് പറമ്പ് മൊത്തം വസ്തുക്കൾ കിടപ്പുണ്ട്. അവിടെ പിന്നെ കുറെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാം. പക്ഷെ കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റും കാര്യങ്ങളുണ്ട്. പക്ഷെ മേളിലോട്ടാണെങ്കിൽ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെയൊക്കെ ഒരു വീട് വെച്ചുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വെയിലൊക്കെ വന്നാൽ പെട്ടെന്ന് പൊട്ടും, ഉറപ്പാണ്. അത് നിങ്ങൾ ആ ഭാഗത്ത് പോകുമ്പോഴേ അറിയത്തുള്ളൂ. ചൂട് വന്ന മോനെ ആ സ്ഥലം ഒരു 1-1.5 സ്ഥലമാണ് അത്. നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെയാണ്. കൊല്ലത്തെ നിൽക്കത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പലവരുടെ ആപ്പീസ് പോകും, ഉറപ്പാണ്. പക്ഷെ അവൻ അവിടെ നിൽക്കുന്നതാണ് അവർക്കും നല്ലത്. നിങ്ങൾ വാടകയ്ക്ക് അവിടെ എവിടാന്ന് വെച്ചാൽ പൊക്കോ. അവൻ വന്നു കഴിയുമ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാമെന്ന് ഫിറോസ് കേട്ടിട്ടുണ്ട്.
എല്ലാം ചെയ്ത് കൊടുത്തവൻ്റെയൊക്കെ അവസ്ഥ ഇതാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. അത് പോട്ടെ, ഫിറോസിന്റെ ഒരു 4 മിനിറ്റ് വോയിസ് ഉണ്ട്, അത് വെക്കാം. അതിന് മുമ്പ് നമ്മുടെ സജ്ന വ്ളോഗ്സ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരൊക്കെ വീഡിയോ വന്നിരുന്ന് ഇങ്ങനെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അത് വെക്കാം. പിന്നെ നമ്മുടെ സാരിക നിന്നെ കാണോ അല്ല ആദ്യം അവരെ വെക്കട്ടെ. വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നില്ല. ഇവിടെ ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ് വേണം. മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ രേണു സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് പണി, അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലചരക്ക് സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു ആഴ്ച 2 ആഴ്ചയോളം ദുബായി പോയ ഒരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവരൊരു എന്തോ എനിക്ക് രേണുവിന്റെ ചിരി ആദ്യം കണ്ടപ്പോൾ തോന്നിയത് എന്ത് സ്ത്രീയാണ് ഇവരെന്ന്. രേണുവിന്റെ ആ ചിരി നിങ്ങൾ ശ്രദ്ധിച്ച, ഒരാൾ ചെയ്തു കൊടുത്തതാണ്. അത് പോട്ടെ, വീടിന്റെ വൃത്തിയെക്കുറിച്ചൊക്കെ പറയുന്നത് എല്ലാവരും കേരളം മൊത്തം കണ്ടാണ് രേണുവിന്റെ വീടിന്റെ വൃത്തിയെക്കുറിച്ച്. എല്ലാവരും കണ്ടതാണ്. ആ ഒരു വീട് കോഴിക്കോടിനേക്കാളും മോശമാക്കി വെച്ചിരിക്കുന്ന എല്ലാവരും കണ്ടതാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുകയൊന്നും വേണ്ട, അതാ നല്ലത്. ഇനി സജിന പറയുന്നതെന്ന് വെച്ചാൽ ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഞാൻ ഇപ്പോഴത്തെ എടുത്ത് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് കൊടുത്തിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. അതാണ് മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ആ വീടിന്റെ ആ സിറ്റുവേഷൻ നമുക്കൊന്ന് കാണാം. ഹലോ, 1.5 വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇത് ഇമാജിൻ ചെയ്തതോ എയോ ഒന്നുമല്ല, ലൈവ് കറണ്ട് സിറ്റുവേഷനാണത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു 10, 25, 26 വർഷം, 10, 30 വർഷം കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഇതേപോലെ വീട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതേപോലെ ഡാമേജ് ആവില്ല. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ട് തന്നിട്ട് ആ ഭാഗത്ത് തന്നെ ഒരു വീട് വെക്കാവോ? ആ ഭാഗത്ത് നിന്ന് വെച്ചാൽ എത്ര ദൂരം മാറിയില്ല, നിങ്ങളുടെ വീഡിയോക്കകത്തുണ്ട് എത്ര ദൂരം മാറിയിട്ടാണെന്നറിയോ അവിടെ മരങ്ങൾ നിൽക്കുന്നത് ശ്രദ്ധിച്ചോ? ഇവിടെ രേണുവിൻ്റെ വീടിൻ്റെ അവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ്, അവിടെ ഒരു മരം പോലും ഇല്ല. ഒന്നാമത്തെ വിഷയം ഉറപ്പാണ്. അത് പൊട്ടിപ്പോകുന്ന കണ്ടാലേ നമുക്കറിയാൻ പറ്റും. അവിടെ നല്ല രീതിയിലാണ് വെയിലും നല്ല പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അത് ആദ്യം മനസ്സിലാക്കാൻ ഒരു സാമാന്യ ബോധം ആദ്യം വേണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുത്തനത് ഇത്രയെങ്കിലും ചെയ്ത് തന്നതല്ലേ. ഏതോ ഒരു കോളനി കിടന്ന് ഒരുത്തിയെ പിടിച്ചിട്ടല്ലേ ഇവിടെ കൊണ്ട് കിടത്തിയത്. അത് ആ ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്തത്, അത് മറക്കരുത് കേട്ടോ. ഇതിരുന്ന് കുരയ്ക്കാനോ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും, ഒരു യോഗ്യതയില്ല നിങ്ങൾക്ക്. ഞാനത് ഒന്നും പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞ സജന ഒരു പാവമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാഞ്ഞത്. പിന്നെ അതുലിൻ്റെ അടുത്ത് ആരോ അങ്ങോട്ട് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് അങ്ങോട്ട് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ തെളിവ് സഹിതമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇത് കേട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതുലിൻ്റെ ആ തെളിവും കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും പോയില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ആ കേട്ട സജന അന്നും ഇന്നും നല്ലതാണ്, അത് കളഞ്ഞു കുളിപ്പിക്കാതിരിക്കുക. ഇനി ഫിറോസിന്റെ വോയിസ് കേൾക്കാം. ഇത് കിച്ചു ഒരു 2 days മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടൊരു വീഡിയോ ആയിരുന്നു. കിച്ചു തന്നെയാണ് എനിക്കിതിൻ്റെ ലിങ്ക് അയച്ചു തന്നതും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ രേണുസുതിയും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ തങ്കച്ചനൊക്കെ നിരന്തരമായിട്ട് നമുക്കെതിരെ പല സമയങ്ങളിലും വീട് അങ്ങനെ വീട് ഇങ്ങനെ അത് ഇത് മറ്റേന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോഴും ഓരോ സമയത്ത് ഓരോ അലിഗേഷൻസ് വരുന്ന സമയത്തും ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കിച്ചു, നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചു പറയില്ലേക്ക, ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും.
അപ്പം ഞാൻ കിച്ചുവിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു, കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിൻ്റെ മുന്നിലൊന്ന് പറ. പബ്ലിക്കിൻ്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണുവും കൂടെ. നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് പറ. ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയ വീടിന്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, നീ എണ്ണി പറയാം. നീയാണ് അതിന് ഏറ്റവും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയുക അർഹതയുള്ള ഒരാൾ. കാരണം വെച്ചാൽ നിനക്കും നിൻ്റെ അനിയനാണ് ഞങ്ങൾ ഈ വീട് തന്നിരിക്കുന്നത്. നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണമെന്ന് തോന്നുന്നു, നീ എന്നെ വിളിച്ചോ, ഞാനത് ചെയ്തു തരും. എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരും ഇല്ലെങ്കിൽ പോലും ഞാനത് ചെയ്തു തരും. കാരണം വെച്ചാൽ മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ വരെയുള്ളത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു, പാർട്ടായിട്ട്. അപ്പം എൻ്റെത് സ്ട്രക്ചർ വരെയായിരുന്നു. പക്ഷെ എൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി. അതിൻ്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും എൻ്റെ തലയിൽ തന്നെയാണ് വന്നുപോയത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പോയിട്ടുമില്ല. എന്താ വെച്ചാൽ ആൾക്കാർ ഒന്നും അറിയാതെ കുറേ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്താണ്. പക്ഷേ റീസെൻ്റ്ലി 2 days ബിഫോറാണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ കിച്ചുവാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റ് തങ്കച്ചനോ അല്ലെങ്കിൽ അവരൊന്നും അല്ല അവകാശി. കിച്ചുവിൻ്റെ അനിയനാണ്. അവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കേണ്ടതും. അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറേ എണ്ണം അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട്. ആരാന്ന് എനിക്ക് നല്ല രീതി അറിയാം. ഇനിയെങ്കിലും ഒന്ന് മാറിക്കൂടെ? അന്ന് എന്താ പറയണ്ടേ, എൻ്റെ തല പൊട്ടിയ സമയത്ത് സ്റ്റേഷനിൽ വന്ന സമയത്ത് ഞാൻ ആരാ വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല, വീട്ടിലെ ഒരാൾ തന്നെ അങ്ങനെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഇപ്പം കേൾക്കുന്ന കണ്ടില്ലേ. എനിക്ക് അന്ന് മനസ്സിലായത്, ഞാൻ അന്ന് ക്ഷമിച്ച് കേട്ടല്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടി, ഓക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സുണ്ടല്ലോ, അന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ മനസ്സ് ഒരാൾ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ കേൾക്കുന്ന കണ്ടില്ലേ. ഈ ഒരു അവസരം വരുമ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിഞ്ഞു കയറി അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക്, അവർക്കൊക്കെ ഈ വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്ത് അവകാശമാണുള്ളത്? അവർക്ക് ആർക്കാണെങ്കിലാണോ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തുള്ളത്? അതുകൊണ്ട് തന്നെ കിച്ചുവിനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്, കിച്ചു നീ എന്ന് അവിടെ താമസിക്കുന്നോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടോ, നീ എന്നെ വിളിച്ചോ. നിന്റെ ഒരു ബ്രദറിനെ പോലെ നീ എന്നെ കണ്ട് എന്നെ വിളിച്ചോ. നിനക്ക് വന്നിട്ട് ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അത് ഇന്നും ഞാൻ ആ വാക്ക് കിച്ചുവിന് കൊടുക്കുന്നുണ്ട്. കിച്ചും അവൻ്റെ അനിയനും എന്നവിടെ താമസമാകുന്നു. ഈ വലിഞ്ഞു കയറി വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവിടെ നിന്ന് എന്നിറങ്ങി പോകുന്നുള്ളൂ. അന്ന് നമ്മളവിടെ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തരും. അവിടുത്തെ ആ വീട് എന്ന് പറഞ്ഞാൽ മഹാ അലമ്പാക്കിയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ശാരികയും മറ്റുള്ളവരും പറയും, ഈ ശാരികയൊക്കെ പോയിട്ട് അവിടുത്തെ വീടിൻ്റെ ആ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യട്ടെ. എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. എന്നിട്ടും അവർ എന്താ പറയുക വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്നെ എന്തൊക്കെയാ സ്ത്രീ വിളിച്ചെന്ന് പറയോ. ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ സ്ത്രീയും ഞാനും തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിന്റെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ദൈവവും അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ദൈവത്തിന്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് എന്നെ അവർ വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നതൊക്കെ. ആ നാവ് കൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ഉപമിച്ചിരുന്നതൊക്കെ. ഞാനതിന് മറുപടി പറയാനോ ഒന്നിനും പോയിട്ടില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവർ ഒരു ലെവലുണ്ട്, നമുക്കൊരു ലെവലുണ്ട്. എനിവേ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിൻ്റെ ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. സുധി എങ്ങാണ്ട് ഒരുത്തിനോട് വിളിച്ച് കടം ചോദിച്ച സമയത്ത് ദൈവത്തിനെ പോലാണ് അങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ എന്തൊരു വോയിസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രേണുവിൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ ദൈവത്തിനെ പോലാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ്. കാര്യം കാണാൻ വേണ്ടി രേണു സുധി ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നിങ്ങളുടെ അടുത്തും വരുത്തി. എന്തായാലും ഫിറോസിക്ക, എന്തായാലും നിങ്ങളെ നല്ല മനസ്സിന് നന്ദി. ആ കൊച്ചിന് അത് ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റവുമ്പോഴേ ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യരെ, എനിക്ക് ഇങ്ങനെ ഓരോ മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കിപ്പം ഇത് വരുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.